ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ വീടിൻ്റെ നേരെ മേലെ കുന്നിൻ്റെ മുകളിൽ ഞാനും വിഷക്കുട്ടിയും ബേബിക്കുട്ടിയും പാടെ നിൽക്കുന്നത് വേറെ ഒന്നിനല്ല കേട്ടോ. അപ്പോൾ അതാക്കുന്നത് നമ്മൾ നന്നാരി വേര് പറിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇതാണ് ആ സംഭവം. ഇനി ഇത് നമ്മൾ കടപ്പാറ വെച്ച് കുത്തിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ എന്ത് എളുപ്പമാണല്ലേ, പെട്ടെന്ന് എടുക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല കേട്ടോ. നല്ല ബുദ്ധിമുട്ടിയിട്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ഇതാണ് ആ വേര്. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ നന്നാരി സർവത്ത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അങ്ങനെ ഒരുപാട് വേരൊക്കെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാടെന്ന് പറയാനൊന്നുമില്ല, കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ. നല്ല വെയിലിൻ്റെ ചൂടാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇവിടെ നിൽക്കാനുള്ള ക്ഷമയൊന്നുമില്ല. ഒരു പോവുക പറഞ്ഞിട്ട് കുറേ നേരമായി. ഇഷ്ടം പോലെ പറിച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും എന്താ കരുതി പിന്നെ പറിച്ചെടുക്കാൻ പറഞ്ഞിട്ട് ഞാനും വന്നു. അപ്പോൾ വന്നത് നേരെ തോട്ടിക്കാണ്. ഒരുപാട് മണ്ണുണ്ട്, അതൊന്ന് ഒലുമ്പിയെടുക്കണം. തോട്ടിൽ പിന്നെ അലക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടും പോയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം അവർക്ക് വെള്ളമില്ലാത്ത ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമുക്കൊരു ബേജാറ്, ഇത് ഒലുമ്പുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാകുമെന്ന്. അപ്പോൾ ഞാനും ഒരുപാട് അടങ്ങാറായതാണ് കേട്ടോ. വെള്ളത്തിനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കണ്. ആ ഒരു അനുഭവം എനിക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് വേഗം ഒലിമ്പിയെടുത്ത് ഞങ്ങൾ പോയി. പിന്നെ നമ്മൾ പോണ വഴിയിലൊരു വീടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ആപ്പിൾ ചാമ്പക്കൻ്റെ മരം ഉണ്ടായിരുന്നു. കയറി 2 ചാമ്പക്ക വറുക്കാൻ പറഞ്ഞിട്ട് കയറിയതാണ്. മോനൂസ് മുന്നിലുണ്ട്, അതിൻ്റെ തൊട്ട് പുറകെ തന്നെ ഇശക്കുട്ടി ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പഴുത്തിട്ടൊന്നുമില്ല, നല്ല മധുരമൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ട്. അങ്ങനെ ഈ 2 ഈച്ച പറിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി കുറച്ച് നേരമൊക്കെ ഇരുന്ന് പിന്നെ ഇതാക്കണ നമ്മൾ കപ്പ പറിക്കാൻ വേണ്ടിയിട്ട് അടുത്ത തൊടിക്ക് വന്നതാണ് കേട്ടോ. ഇവിടെ ഒരു പറമ്പുണ്ട്. അപ്പോൾ അവിടെ ഒരു കുറേ കപ്പ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കപ്പ നമ്മൾ പൈസക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ കപ്പയും പറിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അവിടെ പോയപ്പോൾ നമ്മൾ നന്നാരി വേരൊക്കെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഇല ഒന്നും എടുക്കൂല കേട്ടോ, നമ്മൾ വേര് മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി സർബത്ത് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ ചെറുനാരങ്ങ നീരുണ്ടെങ്കിൽ ചെറുനാരങ്ങ ഒഴിച്ചാട്ടോ. അങ്ങനെ ഈ ഒരു വേരും കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ മിക്സിൻ്റെ ജാറിൽ ഇട്ടിട്ട് അരച്ചിട്ട് നമ്മൾ വെള്ളത്തിൽ കണ്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എന്നിട്ട് ഐസ് ക്യൂബ് ഇട്ടാൽ നമ്മൾ ജ്യൂസും റെഡിയായി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രക്കോളും ടാറ്റ.